ये काम करके हम बहुत बड़ा पाप कर रहे हैं। मैं भी इस बोझ को सिर्फ पैसे के लालच में उठाए खड़ा हूं, एक मूक गवाह बनकर। ये लो बुड्ढे, ये तेरे हरामी पैसे। जितना तय हुआ था उससे ज्यादा दे रहा हूं। अब कोई बहाना मत बनाना, सब काम खत्म चाहिए सुबह होने से पहले, एक भी गलती नहीं। ठीक है सर, मैं यह करूंगा। റഹ്മാനിക്ക, ഹലോ, ഞാനിവിടെ എത്തി കേട്ടോ. രവി, നീ അവിടെ എത്തിയോ? രവി, ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഒരു 5th ഫ്ലോർ നിനക്ക് വെളിയിൽ നോക്കിയാൽ കാണാം. 5th ഫ്ലോർ ആണോ? അവിടെ ചെല്ല. താക്കോല് ഞാൻ റൂമിനെ വെളിയിലുള്ള ഷേഡിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. നീ കുടിച്ച് ഫ്രഷ് എനിക്ക്, അത് കഴിഞ്ഞ് നമുക്ക് പണിയുടെ കാര്യങ്ങൾ പറയാം. ഇത് ഇവിടെ പോയി. ഹലോ റിയ. ഹലോ എടി, ഞാനൊരു 1/2 മണിക്കൂറിനുള്ളിൽ വരാം. അതെന്താ? ഞാൻ വന്നിട്ടെല്ലാം വിശദമായിട്ട് പറയാം. മലയാളിയാണല്ലേ ശരി ശരി. കുട്ടി മലയാളിയാണല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്റെ തോർത്ത് ഞാൻ അറക്കാനിട്ടിരുന്നു, പക്ഷെ അത് ഇവിടെ നിന്ന് പറന്നു പോയി ഇവിടെ ഇവിടെ പാറി പറന്ന് നടപ്പുണ്ട്. കുട്ടി കണ്ടിരുന്നോ?
ചോദിക്കാൻ പറഞ്ഞ എന്നെ വേണം പറഞ്ഞു ഒടുക്കത്തെ ചാണം. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഇതിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? ഇത് കണ്ടോ, ഇതെന്റെ വേണ്ടപ്പെട്ട ഒരാളുടെയാ. അവൾ ഇവിടെ എവിടെയോ എന്നെ കാത്തിരിപ്പുണ്ട്. പക്ഷെ അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് എന്റെ പ്രശ്നം. എനിക്കിപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ആരിവിടെ കിടക്കുന്നു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാം. എൻ്റെ പേര് റിയ ജേക്കബ്. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വന്നത്. അന്നാണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്, എൻ്റെ ലച്ചുവിനെ. പഠനത്തിൽ മാത്രമല്ല, ഓരോ കാര്യത്തിനും അവൾക്കെന്തോ മറ്റാരേക്കാളോ ഒരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു. അത്ര മനോഹരമായുള്ള ഒരാൾ. വളരെ വേഗം ഞങ്ങൾ ഒരേ രീതിയിലായി മാറി. കൂട്ടുകാരായി, കുടുംബം പോലെയായി. ഭക്ഷണം പങ്കിടുന്നതിൽ തുടങ്ങി പഠനം വെറും ഒരു കടമയാവാതെ സ്നേഹവും കൂട്ടായ്മയും പങ്കുവച്ചൊരു യാത്രയായി അത് മാറി. എന്നാൽ എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലച്ചു ക്ലാസ് കഴിയുമ്പോൾ മാത്രം അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കും. കാരണം എല്ലാ കുട്ടികളുടെയും അവരവരുടെ രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ലച്ചുവിന് മാത്രം അങ്ങനെ കാത്തിരിക്കാൻ ആരുമില്ലായിരുന്നു. അവൾക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛനെയും അമ്മയും അവൾക്ക് നഷ്ടമാകുന്നത്. അതിനുശേഷം അവൾ തന്നെ കഷ്ടപ്പെട്ടായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, നീ എന്ത് ഭാഗ്യം ചെയ്തവളാണ്. കഥ പറഞ്ഞു തരാനും ലാളിക്കാനും സമ്മാനങ്ങൾ വാങ്ങിത്തരാനും നിനക്ക് അച്ഛനും അമ്മയുമുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ അവളുടെ അച്ഛനെയും അമ്മയും അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന്. അതിനുശേഷം അവൾക്ക് നല്ലൊരു സുഹൃത്ത് എന്നതിലുപരി ഒരു അച്ഛനും ഒരമ്മയുമാകാൻ ഞാൻ ശ്രമിച്ചു. പിന്നീട് ഒരിക്കലും അവൾ സങ്കടപ്പെടരുത് എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. ഒരിക്കൽ ഒരു സ്കൂൾ അവധിക്ക് മുമ്പ് അവൾ എനിക്ക് അവളുടെ പ്രിയപ്പെട്ട ഒരു മോതിരം ഊരി തന്നു, അവളെ ഓർത്തിരിക്കാനായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് 2 മാസം നീ സൂക്ഷിക്കണം. വീണ്ടും സ്കൂൾ തുറന്ന് നമ്മൾ കാണുമ്പോൾ എനിക്ക് തിരികെ തരണം. അന്ന് ഞാൻ ഓർത്തില്ല അന്നായിരിക്കും ഞാൻ അവളെ അവസാനമായി കാണുന്നതെന്ന്. കാരണം അവളുടെ ഒറ്റപ്പെട്ട ജീവിതം ചില മനുഷ്യർക്ക്, അല്ല ചില മൃഗങ്ങൾക്ക് ഒരവസരമായിരുന്നു.
പിന്നീട് ഞാൻ അറിയുന്നത് അവളെ ആരോ ദത്തെടുത്തെന്നാണ്. പക്ഷേ കാലം ആ കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചപ്പോൾ കൂട്ടുനിന്നയാൾ തൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി. അയാളുടെ ആ മരണക്കുറിപ്പിൽ നിന്നാണ് ഞാൻ അറിയുന്നത് അവളിവിടെ എവിടെയോ. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അവൾ ഒറ്റയ്ക്കാണ്. പേരില്ലാതെ മേൽവിലാസമില്ലാതെ അവൾ ഇവിടെ എവിടെയോ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നീട് ലച്ചു എന്നെ വല്ലാതെ അലട്ടുന്ന പേടി സ്വപ്നമായി മാറി. കാരണം അവളുടെ അത്രമേൽ പ്രിയപ്പെട്ട ഈ മോതിരം അവൾക്ക് തിരിച്ചു കൊടുക്കണം എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ മാത്രമേ അവൾക്ക് നിത്യശാന്തി കിട്ടൂ. ഇതിപ്പോൾ എൻ്റെയും കൂടി പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തന്നെ മോതിരം തന്നെ. വാ നമുക്ക് കണ്ടുപിടിക്കാം. ലച്ചു അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? അതെ, ഇതാ എൻ്റെ തോർത്ത്. ഞാൻ പറഞ്ഞില്ലേ കാണാൻ പോയത്. എന്തു പറ്റി? ഞാൻ ഇതിലേക്ക് വെച്ചോട്ടെ. എന്റെ മനസ്സ് പറയുന്നു ഇവിടെ ആയിരിക്കും. എന്റെ മനസ്സ് പറയുന്നു എന്നെ വിശ്വസിക്കാം.
ഹലോ. ഹലോ റിയ, ആ പറയടി. നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? എന്താണെന്നറിയത്തില്ലടി, ഇത്രയും നാളില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ അയാൾ ആരായിരുന്നു? അയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇത്രയും നാൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ എന്നൊരു കാര്യം അയാൾ ഒരൊറ്റ ദിവസം കൊണ്ടാണ് കണ്ടുപിടിച്ചത്. അയാളുടെ ഊഹാപോഹങ്ങളെല്ലാം ശരിയായിരുന്നു. അയാൾ എവിടെ നിന്ന് വന്നോ, അയാളെ ആര് വഴി നടത്തുന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്ര അയാളിലേക്കുള്ള യാത്രയായിരിക്കും, അയാളെ തിരിച്ചറിയാനുള്ള യാത്രയായിരിക്കും.